ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു പെർട്ടിക്കുലർ സ്റ്റോക്കല്ല, ഒരു IPO മസ്റ്റായിട്ടും അപേക്ഷിക്കേണ്ട ഒരു IPO ആണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് IPO. ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. തിങ്കളാഴ്ച മുതലാണ് IPO സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസമാണ് IPO ഉള്ളത്. അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ വിടുന്നത്. ഒരു കാരണവശാൽ IPO മിസ്സാകാൻ പാടില്ല പറയാൻ കാരണം, ബജാജ് ഹൗസിംഗ് ഫിനാൻസ് നമുക്കെല്ലാവർക്കും അറിയാം, ബജാജിൻ്റെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ആണ്. ബജാജ് ഫിനാൻസിൻ്റെ എല്ലാ പ്രിഡിഗറിയുമുള്ള ഒരു കമ്പനിയാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. ഇപ്പം നിലവിലുള്ള എല്ലാ കമ്പനി വെച്ച് നോക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്ന ഏറ്റവും അട്രാക്റ്റീവ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആയിരിക്കാം. LIC ഹൗസിംഗ് ഫിനാൻസ് ആണ് ഒരു ജയൻറ്റ് മാർക്കറ്റ് ലീഡർ ആണ്. എന്നിരുന്നാലും ഇന്നത്തെ ലിസ്റ്റിംഗ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആയിരിക്കും. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ പ്രൈസ് ബാൻഡ് 66 rupees to 70 rupees ആണ്. 1 ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ 214 ഷെയറാണ്. മിനിമം ലോട്ട് എന്ന് പറഞ്ഞാൽ 214 ഇൻറ്റു അപ്പർ ബാൻഡ് എപ്പോഴും അപേക്ഷിക്കണം, കട്ട് ഓഫ് റേറ്റിൽ അപേക്ഷിക്കണം. കട്ട് ഓഫ് റേറ്റ് 70 ആണ്. അങ്ങനെയാണ് 16,478 രൂപയാണ് ഒരു ലോട്ടിന് വരിക. ഒരു ലോട്ട് അപേക്ഷിച്ചാൽ മതി. പണ്ടാണെങ്കിൽ കൂടുതൽ ലോട്ട് അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രിഫറൻസും കാര്യങ്ങളും കൊടുത്തിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, നറുക്കെടുപ്പാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അതുകൊണ്ട് വെറും 16,478 രൂപ 4 ദിവസത്തേക്ക് ബ്ലോക്കാക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ട സ്റ്റോക്കാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. തിങ്കളാഴ്ച അപേക്ഷിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അഥവാ സപ്പോസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും. അപ്പോൾ 4 days നിങ്ങൾ പൈസ ഹോൾഡ് ചെയ്ത് വെക്കോളും. അല്ലെങ്കിൽ ചൊവ്വാഴ്ച, ബുധനാഴ്ചയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ ഏതെങ്കിലും ദിവസം മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകും. പ്രീമിയം എനർജി സ്റ്റോക്സൊക്കെ IPO കിട്ടിയ ആളെ സംബന്ധിച്ചോളം 200-300% റിട്ടേൺ ആണ് വിത്തിൻ 2-3 days കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് നമ്മൾ ലക്ക് പരീക്ഷിച്ച് നോക്കാം. കിട്ടാൻ സാധ്യത അത്രയും ഭാഗ്യമുള്ള ആൾക്ക് കിട്ടുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ലക്ക് ട്രൈ ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ഒരു എഫേർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അസ്ബാത്തൊരു വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാവുന്ന ഒരു സംഭവമാണ് IPO. ഇപ്പോൾ അതിന് വെറും 16,478 രൂപ ഒരു 4 ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ അപേക്ഷിക്കുക. ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 51 രൂപ പ്രീമിയത്തിൽ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് 128 രൂപയിൽ അപ്പർ ബാൻഡിൽ 70 rupees അപേക്ഷിക്കുകയാണെങ്കിൽ 128 രൂപയിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് നിയർ അബൌട്ട് 80% റിട്ടേൺ അറ്റ് എ ടൈം നിങ്ങൾക്ക് കിട്ടിയാൽ ലാഭമായി കിട്ടും. ഇതിന് പുറമെ എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കിട്ടിയാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റയർലി ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ ഇപ്പോൾ ഫോക്കസിലാണ്. കാരണം അഫോർഡബിൾ ഹൗസിംഗ് ചെയ്യാനുള്ള ബഡ്ജറ്റിൽ വന്ന അനൗൺസ്മെൻറ്റ് ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സംഭവമാണ് ഹൗസിംഗ് ഫിനാൻസ്. ഈ ഗവൺമെൻറ് ഫോം ചെയ്തിട്ട് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തു ഹൗസിംഗ് തന്നെയാണ്. അപ്പോൾ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് അനുസരിച്ച് എന്തായാലും ഭാവിയിൽ നല്ല വളർച്ചാ സാധ്യത സെക്ടറാണ് ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ. 3,000 കോടി പുതിയ ഷെയർ ആയിട്ടും 3,500 കോടി OFS ആയിട്ടും, ഓഫർ ഫോർ സെയിൽ ആയിട്ടും, അങ്ങനെ മൊത്തം 6,560 കോടി ആണ് മാർക്കറ്റിൽ നിന്നും കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ IPO ത്രൂ. അതിൽ 50% QIP ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പേഴ്സൺസും 15% NIIക്കും ബാക്കി 30% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനാണ് കൊടുക്കാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു IPO പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ ഇപ്പം 11% മാത്രമേ ഉള്ളൂ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഇവർ IPO ത്രൂ വിൽക്കുന്നുള്ളൂ. ബാക്കി സ്റ്റിൽ 89% സ്റ്റേക്കും സ്റ്റിൽ ബജാജ് എന്ന പ്രൊമോട്ടർ കയ്യിലാണുള്ളത്. അതായത് ആ ഒരു കമ്പനീൻ്റെ പൊട്ടൻഷ്യാലിറ്റി, പ്രൊമോട്ടർക്കുള്ള ഫിനാൻസ്, ഈ കമ്പനിയോടുള്ള താല്പര്യങ്ങളും എക്സ്പെക്റ്റേഷൻസൊക്കെ വളരെ വലുതാണ്. പിന്നെ ഈ ഫണ്ട് റേസ് ചെയ്യുന്നത് ഭാവിയിലെ ബിസിനസ് ഡെവലപ്പിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത്. ആക്ച്വലി പുതിയ റൂൾ പ്രകാരം എല്ലാ NBFC ലിസ്റ്റഡ് ആയിരിക്കണം. അതിന് ബേസിലാണ് ഇവർ കമ്പൾഡാണ് ലിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ലിസ്റ്റിംഗ് കൊണ്ടുവരുന്നത്.
തിങ്കളാഴ്ചയാണ് ഓപ്പൺ ചെയ്യുന്നത്. 9, 10, 11 3 ദിവസമുള്ള വായ്പ അപ്ലൈ ചെയ്യുക. 11-ാം ദിവസം അവർ അലോട്ട്മെൻറ്റ് ചെയ്യും. 16-ാം തീയതി ഇവർ അത് കിട്ടാത്ത ആൾക്ക് തിരിച്ച് ക്യാഷ് കൊടുക്കും. പിന്നെ 16-ാം തീയതി ആ ഷെയർ ലിസ്റ്റ് ചെയ്യുന്ന പോലെ തിങ്കളാഴ്ച അപ്ലൈ ചെയ്ത് അടുത്ത തിങ്കളാഴ്ച ഷെയർ ലിസ്റ്റ് September 16th, September 9th ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ September 16th അവർ ലിസ്റ്റ് ചെയ്യും. September 12 അവർ അലോട്ട്മെൻറ്റ് കഴിയും. September 13 അവർ റീഫണ്ട് ചെയ്യും. ബാലൻസ് ആർക്കും കൊടുക്കാനുള്ള ബാലൻസ് റിഫ്യൂഡ് ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് 2 ദിവസം ട്രേഡിംഗ് ഡേ അല്ല, ശനി ഞായറാണ് കഴിഞ്ഞാൽ 16-ാം തീയതി അവർ ഷെയർ ലിസ്റ്റ് ചെയ്യും. പിന്നെ 2015 മുതൽ തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. അതിന് പുറമെ കമ്പനി കൊടുക്കുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിക്ക് കൊടുക്കലുണ്ട്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി കൊടുക്കലുണ്ട്, അതുപോലെ തന്നെ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോണ് സാധാരണ രീതിയിൽ കൊടുക്കലുണ്ട്. കമ്പനി വേറെ പ്രത്യേകത CAGR ഗ്രോത്ത് ആണ്. ഈവൻ LIC ഹൗസിംഗ് ഫിനാൻസ് ഒരു 8% CAGR ഗ്രോത്ത് കാണിച്ചത്. മൊത്തത്തിലുള്ള എല്ലാ ഹൗസിംഗ് ഫിനാൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ് 31% CAGR ഗ്രോത്ത് കാണിച്ചൊരു കമ്പനിയാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പിലാണ് ഈ സ്റ്റോക്ക് IPO വരുന്നത്. പിന്നെ SH അണ്ടർ മാനേജ്മെൻറ്റ് AUU എന്ന് പറയുകയാണെങ്കിൽ 97,071 crores ആണ് ഈ ബജാജ് ഫിനാൻസ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ AUU. അതേസമയം 483 കോടി ലാഭം കാണിച്ചിട്ടുണ്ട്. അതും മറ്റ് ഫിനാൻസ് കമ്പനി നോക്കുകയാണെങ്കിൽ വളരെയധികം ഹൈ ആണ്. അപ്പം ഫണ്ടമെൻ്റൽ വൈസ് വളരെ സ്ട്രോങ് സ്റ്റോക്ക് നിലവിലുള്ള ഹൗസിംഗ് ഫിനാൻസ് മറ്റ് ഫിനാൻസ് കമ്പനി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പ് റേറ്റിലാണ് IPO കൊണ്ടുവന്നത്. വളരെ മോസ്റ്റ് അട്രാക്റ്റീവായി മറ്റൊരു പോയിൻറ്റ് 0.11 NPA വെച്ചാൽ വളരെ ചീപ്പാണ്, വളരെ കുറവാണ് NPA. 0.11 NPA ഒരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അവോയ്ഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കല്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ ബജാജ് എന്ന് പറഞ്ഞ ഒരു ഏറ്റവും അറിയപ്പെട്ട ഒരു കമ്പനി ആ ലെവലിൽ ആ ഒരു ബജാജ് ഫിനാൻസിൻ്റെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ മിനിമം ഒരു ഈ ഡബിൾ റേറ്റിലെങ്കിൽ ഈ IPO കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ വളരെ ചീപ്പിലാണ് IPO കൊണ്ടുവന്നത്. പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 58,292 കോടിയുണ്ട്. ഇപ്പം റേറ്റ് നിലവിൽ AAA റേറ്റിംഗ് ഉള്ള ഒരു കമ്പനിയാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ബുക്ക് വാല്യൂ ഒരു 22 രൂപ ബുക്ക് വാല്യൂയിലാണ് ഈ കമ്പനി കാണപ്പെടുന്നത്. പിന്നെ ഈ വേറെ പ്രത്യേകത ഈ കമ്പനിക്കുള്ളത് അവർ കൊടുക്കുന്ന ലോണിൽ ചാർജ് ഇൻട്രസ്റ്റ് 10%. അതേ സമയത്ത് അവർ സ്വീകരിക്കുന്ന എമൗണ്ടിന് മേലെ അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 7.9% അവർ വാങ്ങുന്ന ക്യാഷിന് അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 7.9 അവർ കൊടുക്കുന്ന ലോണിന് മേലെ അവർ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് 10% വളരെ ക്ലിയറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു കമ്പനി കൂടെയാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. സോ മസ്റ്റായിട്ടും അപേക്ഷിക്കുക. കിട്ടുമോ കിട്ടിയില്ലോ നോക്കണ്ട. ടൈം കൺസ്യൂമിങ്ങിൽ വളരെ എളുപ്പമാണ്. IPO അപേക്ഷിക്കാൻ 10 മിനിറ്റിന് IPO അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ പണ്ടത്തെ ബ്ലോക്ക് ആവുന്നില്ല. പണ്ടൊക്കെ നമ്മൾ IPO അപേക്ഷിക്കുകയാണെങ്കിൽ മാസങ്ങളും പൈസ ബ്ലോക്ക് ചെയ്തൊന്നുമില്ല. തിങ്കളാഴ്ച നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അഥവാ കിട്ടിയത് തിരിച്ചു വരും. അതുപോലെ തന്നെ 5-6 ദിവസം കൊണ്ടാണ് സ്റ്റോക്ക് ലിസ്റ്റും ആവും. അപ്പോൾ ഈ സാധാരണ കേസിൽ ലിസ്റ്റിംഗ് നല്ല ഗെയിൻ കിട്ടുമെങ്കിലും ഞാനിത് ലിസ്റ്റിങ്ങിൽ കൊടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഹോൾഡ് ചെയ്യുക. കാരണം ഇപ്പോഴത്തെ നിലവിലുള്ള മറ്റേ ഹൗസിംഗ് ഫിനാൻസിൻ്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 200 റേഞ്ചിലേക്കും പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. സോ തിങ്കൾ ചൊവ്വ ബുധൻ മറക്കേണ്ട ഏതെങ്കിലും ദിവസം IPOന് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. സോ ആസ് യൂഷ്വൽ ഞാനൊരു സിബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഈ IPOനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുക, സ്വന്തം പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ അഡ്വൈസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ IPOന് അപേക്ഷിക്കുക. പുതുതായിട്ടാണെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിന് റിലീസ് അയച്ചു കൊടുക്കുക. കമൻറ്റ്സ് എപ്പോഴും ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.